KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര മീലാദ് കോൺഫറൻസ് ചരിത്ര സംഭവമാക്കി മാറ്റുന്നതിന് മുഴുവൻ പ്രവർത്തകരുടെയും സാന്നിധ്യമുണ്ടാവണമെന്ന് സുന്നി സംഘടനകൾ. മീലാദ് കോൺഫറൻസിന്റെ ഭാഗമായി സുന്നി സ്ഥാപനങ്ങളിൽ സൗജന്യ നിരക്കിൽ സ്പോക്കൺ ഇംഗ്ലീഷ് സംഘടിപ്പിക്കുന്നു. ഡൽഹി നഗരത്തിൽ മലിനീകരണം 300% കുറഞ്ഞു. ഒറ്റ ഇരട്ട ഫോർമുല വൻ വിജയമെന്ന് സിസോദിയ. റേഷൻ കാർഡ് വിതരണം ആദ്യഘട്ടം ഈ മാസം അവസാനമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. പത്താൻകോട്ടിൽ തിരച്ചിലിനിടെ ഗ്രാനേഡ് പൊട്ടി മലയാളി ലഫ്റ്റനന്റ് കേണൽ മരിച്ചു. മലപ്പുറം മഅദിനിൽ നടന്ന IIME സംസ്ഥാന കലോത്സവത്തിൽ കോഴിക്കോട് സോൺ ഓവറോൾ ചാമ്പ്യന്മാരായി. പ്രവാചകരുടെ മതേതര മാതൃക എക്കാലവും പ്രസക്തമെന്ന് N. അലി അബ്ദുള്ള. മുന്നണി ധാരണയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ നടപടിയെന്ന് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ. സൗദിയിൽ ഷിയ നേതാവിന്റെ വധശിക്ഷ. ഇറാനിലെ സൗദി എംബസിക്കുനേരെ പ്രതിഷേധം. വാർത്തകൾ വിശദമായി. പത്താൻകോട്ടിൽ ഭീകരർക്കായുള്ള തെരച്ചിലിനിടെ ഗ്രാനേഡ് പൊട്ടി മലയാളിയായ ലഫ്റ്റനന്റ് കേണൽ മരിച്ചു. മണ്ണാർക്കാട് സ്വദേശി നിരഞ്ജൻ കുമാറാണ് സ്ഫോടനത്തിൽ മരിച്ചത്. 32 വയസ്സായിരുന്നു. കൊല്ലപ്പെട്ട ഭീകരരുടെ ദേഹത്തു നിന്നും ഗ്രാനേഡ് നീക്കം ചെയ്യുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. NSGയിൽ ലഫ്റ്റനന്റ് കേണലാണ് നിരഞ്ജൻ കുമാർ. പരുക്കേറ്റ 4 സൈനികരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണെന്നാണ് റിപ്പോർട്ട്. പാലക്കാട് ശിവരാജൻ രാധ ദമ്പതികളുടെ മകനായ നിരഞ്ജൻ കുമാർ ബംഗളൂരുവിൽ സ്ഥിര താമസക്കാരനാണ്. അദ്ദേഹത്തിന്റെ മൃതദേഹം മണ്ണാർക്കാട്ടുള്ള വീട്ടിലേക്ക് കൊണ്ടുവരാനാണ് സാധ്യതയെന്ന് CP മുഹമ്മദ് MLA പറഞ്ഞു. ഇന്ന് രാവിലെ ബേസ് ക്യാമ്പിൽ നിന്നും വെടിയൊച്ച കേട്ടതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് സ്ഫോടനം നടന്നത്. 3 സൈനികർക്ക് പരിക്കേറ്റു. ഇതിനിടെ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 3 സൈനികർ കൂടി ഇന്ന് രാവിലെ മരിച്ചു. ഇതോടെ ഇന്നലെയും ഇന്നുമായി മരിച്ച സൈനികരുടെ എണ്ണം 7 ആയി. പത്താൻകോട്ട് വ്യോമസേന താവളം ആക്രമിച്ച തീവ്രവാദികളുമായി ഏറ്റുമുട്ടൽ തുടരുകയാണെന്ന് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി രാജീവ് മെഹ്റിഷി. ഇന്നലെ വൈകുന്നേരം നടത്തിയ ഏറ്റുമുട്ടലിൽ 4 ഭീകരരെ വധിച്ചിരുന്നു. ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് 2 ഭീകരർ കൂടി ഒളിച്ചിരിപ്പുണ്ടെന്ന് കണ്ടെത്തിയത്. ഇവരെ കീഴ്പ്പെടുത്താനുള്ള ശ്രമങ്ങൾ അവസാനഘട്ടത്തിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. റേഷൻ കാർഡ് വിതരണത്തിന്റെ ആദ്യഘട്ടം ഈ മാസം അവസാനമെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ്. വിശദമായ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്ത് റേഷൻ കാർഡ് വിതരണത്തിന്റെ ആദ്യഘട്ടം ഈ മാസം അവസാനം ആരംഭിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. 24 താലൂക്കുകളിലാകും ആദ്യഘട്ടത്തിൽ കാർഡുകളുടെ വിതരണം നടത്തുകയെന്നും നടപടി പൂർത്തിയാക്കിയ കൊടുങ്ങല്ലൂർ താലൂക്കിലാകും ആദ്യ വിതരണമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. മന്നം ജയന്തി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ മന്ത്രി ഇതു സംബന്ധിച്ച് ശനിയാഴ്ച മാധ്യമങ്ങളിൽ വന്ന വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു. സോഷ്യൽ ഓഡിറ്റിംഗ് പൂർത്തിയാക്കുന്നതിലെ കാലതാമസമാണ് കാർഡ് വിതരണം അനിശ്ചിതത്വത്തിൽ ആവാൻ കാരണം. ഉപഭോക്താക്കൾ സത്യസന്ധമായ വിവരം നൽകിയിരുന്നുവെങ്കിൽ കാലതാമസം ഒഴിവാക്കാനാകുമായിരുന്നു. എന്നാൽ ആനുകൂല്യങ്ങൾ തരപ്പെടുത്താൻ എല്ലാവരും വ്യക്തമായ വിവരങ്ങൾ നൽകുന്നില്ല എന്നും മന്ത്രി അറിയിച്ചു. റേഷൻ കാർഡ് വിതരണം പൂർത്തിയാകുന്നതിലെ കാലതാമസത്തെക്കുറിച്ച് കേന്ദ്ര സർക്കാരിന് അറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഇതിനോട് അനുകൂലമായാണ് പ്രതികരിച്ചത്. നടപടി വേഗം പൂർത്തിയാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമുണ്ടായാൽ എല്ലാ നടപടികളും താളം തെറ്റും. അതിനകം ഇക്കാര്യത്തിൽ നടപടി പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ എന്നും മന്ത്രി പറഞ്ഞു. റേഷൻ കാർഡ് വൈകിയാൽ ഭക്ഷ്യസുരക്ഷാ പദ്ധതിയിൽ നിന്ന് കേരളം പുറത്താകാതിരിക്കാൻ നടപടി സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. ഇക്കാര്യം മുഖ്യമന്ത്രിക്കൊപ്പം ഡൽഹിയിൽ പോയപ്പോൾ കേന്ദ്ര ഭക്ഷ്യമന്ത്രിയുമായി ചർച്ച നടത്തിയിരുന്നുവെന്നും സോഷ്യൽ ഓഡിറ്റിംഗ് നടപടി അന്തിമഘട്ടത്തിലാണെന്നും മന്ത്രി വ്യക്തമാക്കി. കാർഡ് വിതരണം പൂർത്തിയാക്കാൻ കേന്ദ്രം നൽകിയ എല്ലാ സമയവും അവസാനിച്ചിട്ട് മാസങ്ങളായി. ഒടുവിൽ മാർച്ച് 31 വരെ സമയം അനുവദിച്ചിരിക്കുകയാണ്. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം. അന്തരീക്ഷ മലിനീകരണം കുറച്ചുകൊണ്ടുവരാൻ ഡൽഹി സർക്കാർ ആവിഷ്കരിച്ച ഒറ്റ ഇരട്ട ഫോർമുല വൻ വിജയമെന്ന് ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ. പരിഷ്കരണം ആരംഭിച്ച് 2 ദിവസമാകുമ്പോഴേക്ക് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് മലിനീകരണ തോത് 300% കുറഞ്ഞിരിക്കുന്നത്. ഡൽഹിയിൽ വർദ്ധിച്ചുവരുന്ന മലിനീകരണം കുറച്ചുകൊണ്ടുവരാൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ നിർദ്ദേശപ്രകാരം തിങ്കളാഴ്ച മുതലാണ് ഒറ്റ ഇരട്ട നമ്പർ പരിഷ്കരണം നടപ്പിലാക്കിയത്.
ഒറ്റ കാർ ഉപേക്ഷിച്ച് ഉപമുഖ്യമന്ത്രി ഇന്നലെ ഓഫീസിലേക്ക് പോയത് സൈക്കിളിലായിരുന്നു. 15 ദിവസത്തേക്ക് ഒറ്റ ഇരട്ട ഫോർമുല നടപ്പാക്കണമെന്നാണ് നമ്മുടെ ലക്ഷ്യം. ഇത് എല്ലാവരും പിന്തുടരണം. അതുകൊണ്ട് തന്നെ ജനങ്ങൾ യാത്രക്കായി പകരം സംവിധാനങ്ങൾ ഉപയോഗിക്കണം. താൻ ശനിയാഴ്ച കാറിന് പകരം സൈക്കിൾ ഉപയോഗിച്ചത് അതുകൊണ്ടാണെന്നും മനീഷ് സിസോദിയ പറഞ്ഞു. മലിനീകരണത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ജനങ്ങൾ ഉത്തരവാദിത്തത്തോടെ ഡൽഹിക്കൊപ്പം നിൽക്കുന്നുണ്ട്. ആദ്യ ദിവസത്തെ ജനങ്ങളുടെ പ്രതികരണം വളരെ നല്ലതായിരുന്നു. 15 ദിവസം ഇത് തുടരാനാകുമെന്ന് ഉറപ്പുണ്ടെന്നും മനീഷ് സിസോദിയ കൂട്ടിച്ചേർത്തു. പരിഷ്കരണം നടപ്പിൽ വരുത്തുവാനും നിയമലംഘകരെ കണ്ടെത്തുവാനും ട്രാഫിക് പോലീസും രംഗത്തുണ്ട്. ശനിയാഴ്ച മാത്രം പരിഷ്കരണ നിയമം ലംഘിച്ച 138 പേർക്ക് നോട്ടീസ് അയച്ചതായും ട്രാഫിക് പോലീസ് സ്പെഷ്യൽ കമ്മീഷണർ മുക്തേഷ് ചന്ദർ പറഞ്ഞു. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF സംവിധാനം ശക്തമാക്കാൻ നടപടികളുമായി മുസ്ലിം ലീഗ്. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ചില ജില്ലകളിൽ മുന്നണി ബന്ധം കാത്തുസൂക്ഷിക്കുന്നതിൽ പ്രാദേശികമായ വീഴ്ചകൾ പറ്റിയിട്ടുണ്ടെന്ന് തങ്ങൾ പറഞ്ഞു. അനൈക്യമുണ്ടായ സ്ഥലങ്ങളിലാണ് പരാജയമുണ്ടായതെന്ന് പാർട്ടി നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഇത്തരം നീക്കങ്ങൾ അനുവദിക്കില്ല. മുന്നണി ബന്ധത്തിന് ദോഷകരമായി പ്രവർത്തിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്നും തങ്ങൾ പറഞ്ഞു. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംഘടിപ്പിച്ച മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് എക്സിക്യൂട്ടീവ് ക്യാമ്പ് വേങ്ങൂർ MEA എഞ്ചിനീയറിംഗ് കോളേജിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു. ദേശീയ സംസ്ഥാന നേതാക്കൾ പങ്കെടുത്തു. ഗൾഫ് വാർത്തകൾ. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്, KMIC ന്യൂസ്. ഷിയ നേതാവിനെ സൌദി അറേബ്യ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയതിനാൽ ഇറാനിൽ പ്രതിഷേധം കനക്കുന്നു. തെഹ്റാനിലെ സൌദി എംബസിയിലേക്ക് ഇരച്ചുകയറിയ പ്രതിഷേധക്കാർ ഫർണിച്ചർ തകർക്കുകയും എംബസിയുടെ ഒരു ഭാഗത്ത് തീവെക്കുകയും ചെയ്തു. പോലീസ് എത്തിയാണ് പ്രതിഷേധക്കാരെ പിരിച്ചുവിട്ടത്. അതേസമയം സംയമനം പാലിക്കണമെന്നും നയതന്ത്ര കാര്യാലയങ്ങളെ ബഹുമാനിക്കണമെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധക്കാരോട് അഭ്യർത്ഥിച്ചു. സൌദി കിഴക്കൻ പ്രവിശ്യയിലെ ഷിയ പണ്ഡിതൻ നിമിർ അന്നമീർ ഉൾപ്പെടെ 47 പേരുടെ വധശിക്ഷയാണ് സൌദി അറേബ്യ കഴിഞ്ഞ ദിവസം നടപ്പാക്കിയത്. സൌദി ഗവൺമെന്റിന്റെ നടപടി അവിവേകവും നിരുത്തരവാദപരമാണെന്നും ഇറാൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതിന് സൌദി കനത്ത വില നൽകേണ്ടിവരുമെന്നും ഇറാൻ വിദേശകാര്യ വക്താവ് ഹുസൈൻ ജാബിർ അൻസാരി പറഞ്ഞു. ഇറാന്റെ പ്രതികരണത്തിന് പിന്നാലെ സൌദിയിലെ ഇറാന്റെ അംബാസഡറെ വിളിച്ചുവരുത്തി സൌദി സർക്കാർ പ്രതിഷേധം അറിയിച്ചു. തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇറാൻ ഇടപെടുകയാണെന്ന് സൌദി സർക്കാർ അംബാസഡറെ ബോധിപ്പിച്ചു. അതേസമയം ഷിയ നേതാവിന്റെ വധത്തിൽ US-ഉം ആശങ്ക അറിയിച്ചു. ഭീകരപ്രവർത്തനം, മത രാജ്യ വിരുദ്ധ പ്രവർത്തനം, ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് 47 പേരുടെ വധശിക്ഷ സൌദി നടപ്പാക്കിയത്. വിദേശികളുടെ താമസ സ്ഥലങ്ങളിൽ ആക്രമണം നടത്തിയവരുടെയും സർക്കാർ സ്ഥാപനങ്ങൾ ആക്രമിക്കാനുള്ള പദ്ധതിയിൽ പങ്കാളികളായവരുടെയും വധശിക്ഷയാണ് നടപ്പാക്കിയതെന്ന് സൌദി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചിരുന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. അക്ഷരങ്ങൾ അഗ്നിയാക്കും ചുളികയാണി വായന, നിർഭയം പൊളിച്ചെഴുതാം നീതിയറ്റ ചേതന. സർഗചിന്ത ധന്യമാക്കും സ്നേഹരാഗശാരികൾ, ധർമ്മസാക്ഷികൾക്കു കർമ്മബോധവേഗം തൂലിക. അക്ഷരങ്ങൾ അഗ്നിയാക്കും ചുളികയാണി വായന, നിർഭയം പൊളിച്ചെഴുതാം നീതിയറ്റ ചേതന. സർഗചിന്ത ധന്യമാക്കും സ്നേഹരാഗശാരികൾ, ധർമ്മസാക്ഷികൾക്കു കർമ്മബോധവേഗം തൂലിക. ഇസ്ലാമിക പ്രസാധന രംഗത്ത് മികച്ച കുതിപ്പുകൾ നടത്തുകയാണ് SSF പ്രസാധക വിഭാഗം IPB. അശ്ലീലത പുരണ്ട അക്ഷരങ്ങൾ തുന്നിക്കെട്ടി മാർക്കറ്റ് പിടിക്കുന്ന പുസ്തകാലയങ്ങൾക്ക് മധ്യേ നേരിന്റെ അധ്യായങ്ങൾ സമർപ്പിക്കുകയാണ് IPB. ചുരുങ്ങിയ കാലം കൊണ്ട് 100-ലേറെ പുസ്തകങ്ങൾ ഇതിനു കീഴിൽ പുറത്തിറങ്ങി. നന്മയെ സ്നേഹിക്കുന്ന ഒട്ടേറെ വായനക്കാർ ഇന്ന് IPBയെ പ്രതീക്ഷിക്കുന്നു. അക്ഷരങ്ങൾ അഗ്നിയാക്കും ചുളികയാണി വായന, നിർഭയം പൊളിച്ചെഴുതാം നീതിയറ്റ ചേതന. സർഗചിന്ത ധന്യമാക്കും സ്നേഹരാഗശാരികൾ, ധർമ്മസാക്ഷികൾക്കു കർമ്മബോധവേഗം തൂലിക.
വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. സ്നേഹമാണ് വിശ്വാസം എന്ന പ്രമേയത്തിൽ ജനുവരി 10 കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന അന്താരാഷ്ട്ര മീലാദ് കോൺഫറൻസ് വൻ വിജയമാക്കുന്നതിന് മദ്രസ മുഅല്ലിംകളും മാനേജ്മെന്റുകളും രക്ഷിതാക്കളും രംഗത്തിറങ്ങണമെന്നും മീലാദ് കോൺഫറൻസ് ചരിത്ര സംഭവമാക്കി മാറ്റുന്നതിന് മുഴുവൻ പ്രവർത്തകരുടെയും സാന്നിധ്യമുണ്ടാവണമെന്നും സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് സെക്രട്ടേറിയറ്റ് യോഗം അഭ്യർത്ഥിച്ചു. കട്ടിപ്പാറ കെ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ കോഴിക്കോട് സമസ്ത സെന്ററിൽ ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പ്രൊഫസർ AK അബ്ദുൽ ഹമീദ് സാഹിബ്, MN സിദ്ദീഖ് ഹാജി ചമ്മാട്, VM കോയ മാസ്റ്റർ, C മുഹമ്മദ് ഫൈസി, VPM വില്യാപ്പള്ളി, പ്രൊഫസർ KM റഹീം സാഹിബ് തുടങ്ങിയവർ സംസാരിച്ചു. കലകളുടെയും സാഹിത്യത്തിന്റെയും അരങ്ങ് തകർത്ത IAME സംസ്ഥാന തലത്തിൽ നടത്തിയ കലോത്സവത്തിന് മലപ്പുറം മഅദിൻ അക്കാദമി പോളിടെക്നിക് ക്യാമ്പസിൽ ഉജ്ജ്വല സമാപ്തി. 1187 പോയിന്റ് നേടി കോഴിക്കോട് സോൺ ഓവറോൾ ചാമ്പ്യന്മാരായി. 1134 പോയിന്റ് നേടി മലപ്പുറവും 985 പോയിന്റ് നേടി പാലക്കാട് സോണും യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. മർക്കസ് ഇംഗ്ലീഷ് മീഡിയം സീനിയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയായ മുഹമ്മദ് ഗൌസ് 34 പോയിന്റ് നേടി സ്റ്റാർ ഓഫ് ദ ഫെസ്റ്റ് ബോയിയായും അൽബാബ് സെൻട്രൽ സ്കൂൾ വിദ്യാർത്ഥിനി ഷഹിൻ 38 പോയിന്റ് നേടി സ്റ്റാർ ഓഫ് ദി ഗേളായും തിരഞ്ഞെടുക്കപ്പെട്ടു. സീനിയർ ഗേൾസ് വിഭാഗത്തിൽ അൽബാബ് സെൻട്രൽ സ്കൂൾ കാട്ടൂർ 104 പോയിന്റ് നേടി ചാമ്പ്യന്മാരായപ്പോൾ സീനിയർ ബോയ്സ് വിഭാഗത്തിൽ 75 പോയിന്റ് നേടിയ ഇഷാഅത്ത് പബ്ലിക് സ്കൂൾ ഒന്നാമതെത്തി. സബ് ജൂനിയർ വിഭാഗത്തിൽ മഅദിൻ പബ്ലിക് സ്കൂൾ മേൽമുറി, ജൂനിയർ ബോയ്സ് വിഭാഗത്തിൽ അൽബാബ് സെൻട്രൽ സ്കൂളും ഗേൾസ് വിഭാഗത്തിൽ ഖദീജ ഇംഗ്ലീഷ് സ്കൂൾ മഞ്ചേരിയും ചാമ്പ്യന്മാരായി. സംഘാടന മികവ് കൊണ്ടും സാങ്കേതിക മികവ് കൊണ്ടും വേറിട്ടുനിന്ന ഫെസ്റ്റിൽ 128 ഇനങ്ങളിലായി നടന്ന മത്സരത്തിൽ സംസ്ഥാനത്തെ വിവിധ CBSE സ്കൂളുകളിൽ നിന്നായി 1300 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. സമാപന ചടങ്ങിൽ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ചരിത്രകാരനും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലറുമായ ഡോക്ടർ KN കുറുപ്പ് വിതരണം ചെയ്തു. മഅദിൻ പബ്ലിക് സ്കൂൾ സീനിയർ പ്രിൻസിപ്പൽ ഉണ്ണിപ്പോക്കർ അധ്യക്ഷത വഹിച്ചു. IAME എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രൊഫസർ കോയട്ടി മുഖ്യപ്രഭാഷണം നടത്തി. മഅദിൻ സെക്രട്ടറി പരി മുഹമ്മദ്, മഅദിൻ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ സേതലവി കോയ മാസ്റ്റർ, മോളൂർ സെൻട്രൽ സ്കൂൾ മാനേജർ സൈനുദ്ദീൻ നിസാമി കുന്നമംഗലം, പ്രിൻസിപ്പൽ മണികണ്ഠൻ മാസ്റ്റർ, മർക്കസ് സീനിയർ സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പൽ KM അബ്ദുൽ ഖാദർ, ഹനീഫ് അസ്ഹരി തുടങ്ങിയവർ പ്രസംഗിച്ചു. ആർട്സ് ഫെസ്റ്റ് പ്രോഗ്രാം കൺട്രോളർ PC അബ്ദുറഹ്മാൻ സ്വാഗതവും IAME അഡ്മിനിസ്ട്രേറ്റർ KK ഷമീം ലക്ഷദ്വീപ് നന്ദിയും പറഞ്ഞു. മർക്കസ് സഖാഫത്തി സുന്നിയുടെ ആഭിമുഖ്യത്തിൽ ഈ മാസം 10 കോഴിക്കോട് നടക്കുന്ന അന്താരാഷ്ട്ര മീലാദ് കോൺഫറൻസിന്റെ ഭാഗമായി സുന്നി സ്ഥാപനങ്ങളിൽ അഥവാ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ, ദഅ്വ കോളേജുകൾ, ദർസുകൾ, മറ്റ് സ്ഥാപനങ്ങൾ തുടങ്ങിയവയിൽ മർക്കസ് ഇഹ്റാം സൌജന്യ നിരക്കിൽ 10 ദിവസത്തെ റെസിഡൻഷ്യൽ ഇന്റൻസീവ് സ്പോക്കൺ ഇംഗ്ലീഷ് സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിനു പുറമെ ലീഡർഷിപ്പ്, വ്യക്തിത്വ വികസനം, മൈൻഡ് പവർ, സ്പിരിച്വൽ ഹീലിംഗ് എന്നിവയിലും അവഗാഹം നേടാം. മാനസികോദ്ദീപങ്ങളായ ആക്ടിവിറ്റീസും ഗെയിമുകളും ക്യാമ്പിന്റെ പ്രത്യേകതയാണ്. ഫെബ്രുവരി 15 അപേക്ഷിക്കാനുള്ള അവസാന തീയതി. 9846420544 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു. SSF യൂണിറ്റ് സമ്മേളനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മീലാദ് ഗസൽ 2016 ഇന്ന് വൈകിട്ട് മുണ്ടുപാറ ദാറുൽ അർക്കമിൽ നടക്കും. SSF കോഴിക്കോട് ജില്ലാ ഉപാധ്യക്ഷൻ ഇബ്രാഹിം സഖാഫി താത്തൂർ മദ്ഹു റസൂൽ പ്രഭാഷണം നടത്തും. തുടർന്ന് ഖുതുബുസ്സമാൻ ബുർദ ഇഖ്വാൻ അവതരിപ്പിക്കുന്ന ഖസീദത്തുൽ ബുർദ ആസ്വാദനവും ഗസലും നടക്കും. കോഴിക്കോട് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഉറുദു ഇനങ്ങളിൽ മികച്ച വിജയം കൈവരിച്ച് കാശ്മീരി വിദ്യാർത്ഥികൾ. UP വിഭാഗത്തിൽ കവിതാരചനയിൽ അസ്രാർ അഹമ്മദ് ഭട്ടും ക്വിസ് മത്സരത്തിൽ മുഹമ്മദ് മഖ്ബൂൽ ഭട്ടും 1ാം സ്ഥാനം കരസ്ഥമാക്കി. ഹൈസ്കൂൾ വിഭാഗം ഉറുദു പ്രസംഗത്തിൽ മെഹമ്മൂദ് അഹമ്മദും ഹയർ സെക്കൻഡറി വിഭാഗം ഉറുദു കവിതാരചനയിൽ ത്വാഹിർ സുൽത്താനും ഉറുദു കഥാരചന, ഉപന്യാസം എന്നിവയിൽ സാബിത്തുള്ള സജ്ജാദും 1ാം സ്ഥാനം നേടി. കാരന്തൂർ മർക്കസ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളാണിവർ. കാശ്മീരിൽ നിന്നുള്ള താഹിർ സുൽത്താൻ കഴിഞ്ഞ വർഷം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാവായിരുന്നു. മർക്കസ് ഹയർ സെക്കൻഡറി ഉറുദു അധ്യാപകനായ PKC മുഹമ്മദ് അലിയുടെ ശിക്ഷണത്തിലാണ് ഇവർ കലോത്സവ വേദിയിലെത്തിയത്. എല്ലാ മതവിഭാഗങ്ങളും സൌഹൃദത്തോടെ ജീവിക്കുന്നതിന് സാഹചര്യമൊരുക്കി മദീനയിൽ ആദ്യ മതേതര ഭരണഘടനയ്ക്ക് രൂപം നൽകിയ പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക ആധുനിക കാലഘട്ടത്തിലും ഏറെ പ്രസക്തമാണെന്ന് റീഡ് പ്രസ് ഡയറക്ടർ N. അലി അബ്ദുള്ള അഭിപ്രായപ്പെട്ടു. സ്നേഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തിന്റെ വെളിച്ചം എന്ന പ്രമേയത്തിൽ കാസർകോട് വ്യാപാര ഭവനിൽ ജില്ലാ SYS സംഘടിപ്പിച്ച സെമിനാറിൽ വിഷയാവതരണം നടത്തുകയായിരുന്നു അദ്ദേഹം. സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേന്ദ്ര മുശാവറ അംഗം മുഹമ്മദ് അലി സഖാഫി തൃക്കരിപ്പൂർ ഉദ്ഘാടനം ചെയ്തു.
ജില്ലാ SYS പ്രസിഡന്റ് പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി അധ്യക്ഷത വഹിച്ചു. BS അബ്ദുള്ള കുഞ്ഞി ഫൈസി, ഹമീദ് മൗലവി ആലമ്പാടി, അബ്ദുൽ ഖാദർ സഖാഫി കാട്ടിപ്പാറ, അഷ്റഫ് സൈദി ആരിക്കാടി, മുഹമ്മദ് സഖാഫി പാത്തൂർ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ സംബന്ധിച്ചു. മഅദിൻ കോർദോവ സെന്റർ സംഘടിപ്പിക്കുന്ന മുംബൈ മഹബ കോൺഫറൻസ് നഗരത്തിന്റെ ചരിത്ര സംഗമമാകും. ജനുവരി 9 ശനിയാഴ്ച വൈകിട്ട് 6:30 മെട്രോ ദർഗയ്ക്ക് സമീപം ബൽവാസ് ഹോട്ടലിന് എതിർവശമുള്ള പട്കർ ഹാൾ വേദിയാകുന്ന മഹാസമ്മേളനത്തിൽ പ്രാർത്ഥനാ സമ്മേളനം, ഭീകരവിരുദ്ധ പ്രതിജ്ഞ, നയത്തെ ഷെരീഫ്, ഇശൽ നൈറ്റ്, ദഫ്മുട്ട് തുടങ്ങി വിവിധ ഇനം പരിപാടികൾ നടക്കും. പ്രാർത്ഥനാ സമ്മേളനത്തിന് സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി നേതൃത്വം നൽകും. അന്താരാഷ്ട്ര ട്രൂപ്പുകൾ അണിനിരക്കുന്ന നയത്തെ ഷെരീഫും കേരള സ്റ്റേറ്റ് യുവജനോത്സവ സാഹിത്യോത്സവ ജേതാക്കളായ മാസ്റ്റർ നയീം, മാസ്റ്റർ മുബഷിർ തുടങ്ങിയവർ നയിക്കുന്ന ഇശൽ നൈറ്റും കോർദോവ ആർട്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്ന ദഫ്മുട്ടും സമ്മേളനത്തെ ശ്രദ്ധേയമാക്കും. വൈകുന്നേരം 3 മണി മുതൽ കോർദോവ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളുടെ കലാമത്സരങ്ങൾ സമ്മേളന നഗരിയിൽ നടക്കും. മത, സാമൂഹിക, സാമുദായിക, രാഷ്ട്രീയ നേതാക്കൾ പരിപാടിയിൽ സംബന്ധിക്കും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അന്താരാഷ്ട്ര മീലാദ് കോൺഫറൻസ് ചരിത്ര സംഭവമാക്കി മാറ്റുന്നതിന് മുഴുവൻ പ്രവർത്തകരുടെയും സാന്നിധ്യമുണ്ടാവണമെന്ന് സുന്നി സംഘടനകൾ. മീലാദ് കോൺഫറൻസിന്റെ ഭാഗമായി സുന്നി സ്ഥാപനങ്ങളിൽ സൌജന്യ നിരക്കിൽ സ്പോക്കൺ ഇംഗ്ലീഷ് സംഘടിപ്പിക്കുന്നു. ഡൽഹി നഗരത്തിൽ മലിനീകരണം 300% കുറഞ്ഞു. ഒറ്റ ഇരട്ട ഫോർമുല വൻ വിജയമെന്ന് സിസോദിയ. റേഷൻ കാർഡ് വിതരണം ആദ്യഘട്ടം ഈ മാസം അവസാനമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. പത്താൻകോട്ടിൽ തിരച്ചിലിനിടെ ഗ്രാനൈഡ് പൊട്ടി മലയാളി ലഫ്റ്റനന്റ് കേണൽ മരിച്ചു. മലപ്പുറം മഅദിനിൽ നടന്ന IAME സംസ്ഥാന കലോത്സവത്തിൽ കോഴിക്കോട് സോൺ ഓവറോൾ ചാമ്പ്യന്മാരായി. പ്രവാചകരുടെ മതേതര മാതൃക എക്കാലവും പ്രസക്തമെന്ന് N. അലി അബ്ദുള്ള. സൗദിയിൽ ഷിയ നേതാവിന്റെ വധശിക്ഷ, ഇറാനിലെ സൗദി എംബസിക്കുനേരെ പ്രതിഷേധം. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.